മോർണിംഗ് ഓൾ. നിങ്ങളെൻ്റെ തംബ്നെയിൽ കണ്ട് കാണും. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഐ ബിക്കം എ ഗുഡ് നേഴ്സ്. ഹൗ ഐ ബിക്കം എ നേഴ്സ് എന്നതിലുപരി എനിക്ക് പറയാൻ ഇഷ്ടം ഹൗ ഐ ബിക്കം എ ഗുഡ് നേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് നേഴ്സാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു 90% ഞാൻ പെർഫെക്റ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ്. അതിന് വേണ്ട ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേൾഡിൽ ബെസ്റ്റ് നേഴ്സിനുള്ള അവാർഡ് കിട്ടുമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്ക് പല പേഷ്യൻസിൻ്റെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ പല കൊളീഗ്സിൻ്റെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ പല സുപ്പീരിയേഴ്സിൻ്റെ മനസ്സിലും ഒരു ബെസ്റ്റ് നേഴ്സ് എന്നുള്ള ഒരു പൊസിഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതിന് വേണ്ടത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നഴ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നഴ്സിങ്ങിൽ പഠിച്ചിട്ട് തന്നെ ഉണ്ടാവും. പ്രീ ഇൻട്രൊഡക്ടറി ഫേസ്, ടെർമിനേഷൻ ഫേസ്, ഇത് 2-3 ഫേസുകളുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന വെച്ചാൽ പ്രീ ഇൻട്രൊഡക്ടറി ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻ്റ് അഡ്മിഷൻ വരുന്നതിന് മുമ്പ് നമുക്കൊരു ഫയൽ തരും. ആ ഫയലിനകത്ത് എഴുതിയിട്ടുണ്ട് പേഷ്യൻ്റെ ഫുൾ നെയിം എന്താണ്, ഏത് ഡോക്ടറാണ്, എത്ര വയസ്സുണ്ട്, ഏതാണ് ഏജ്. അപ്പം നമുക്ക് പേഷ്യൻറ്റിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് പേഷ്യൻറ്റിനെ പറ്റി നമുക്കൊന്ന് അറിയാൻ പറ്റും. അവർ മെയിലാണോ ഫീമെയിലാണോ, അതോ കുട്ടിയാണോ, അതോ മിഡിൽ ഏജ്ഡ് ആണോ, അതോ ജെറിയാട്രിക് ആണോ, ഇപ്പോൾ സർജറിക്കാണോ, സർജനാണോ, നമുക്കതനുസരിച്ച് പേഷ്യൻ്റ് അടുത്ത് നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇൻട്രൊഡക്ടറി ഫേസിലേക്കാണ്. ഇൻട്രൊഡക്ടറി ഫേസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഒരു നോർമൽ ഒരു റൂമിലോട്ട് കയറുമ്പോൾ എപ്പോഴും നമ്മൾ നോക്ക് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ എപ്പോഴും പേഷ്യൻ്റെ പെർമിഷൻ എടുത്ത്, ഇപ്പോൾ അവരെ റൂമിൽ വന്നു, ഇപ്പോൾ അവരുടേതാണ് ആ റൂം, അവർക്കൊരു പ്രൈവസി ഉള്ളതാണ്. നമ്മൾ എപ്പോഴും നോക്ക് ചെയ്തിട്ട് കയറുക. ഇപ്പോൾ നമ്മൾ ജനറൽ വാർഡിലാണെങ്കിൽ കർട്ടൻ മാത്രമേ ഉള്ളെങ്കിലും എക്സ്ക്യൂസ് മീ ചോദിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുക. മനസ്സിലായല്ലോ? കർട്ടൻ മാത്രമുള്ള ചില ജനറൽ വാർഡുകളിൽ കർട്ടൻ ഇട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കർട്ടനിൽ നോക്ക് നമ്മൾ വായും കൊണ്ട് ചോദിക്കുക, എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ക്യാൻ ഐ കം എന്ന് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ പെർമിഷൻ എടുത്തിട്ട് മാത്രം നമ്മൾ ഉള്ളിൽ കയറുക. ഫസ്റ്റ് ഒരു ഗുഡ് സ്മൈലുമായിട്ട് പോവുക, നമ്മളുടെ നെയിം പറയുക, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാനാണ് ഇന്ന് നിങ്ങളുടെ കാര്യം നോക്കാൻ വന്ന നേഴ്സ് എന്ന് നമ്മൾ പറയുക. നമ്മൾ എപ്പോഴും ഇന്ത്യയിലാണെങ്കിൽ കൂടുതൽ നമ്മൾ നമസ്തേ വാക്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവരെ വിഷ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും അവരിലേക്കൊരു ഇൻറ്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ ഫുൾ നെയിം പറയുക. ഫുൾ നെയിം അല്ല, നമ്മുടെ നോർമൽ നെയിം ആണെങ്കിലും പറയുക ഇന്നത്തെ ഈ ഷിഫ്റ്റ് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞാനായിരിക്കും നോക്കുന്നത്. നമുക്ക് പറയാം ബെൽ സിസ്റ്റം ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ. അപ്പോൾ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെല്ല് യൂസ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് റൂം ഓറിയൻറ്റേഷൻ എല്ലാം കൊടുക്കുക. വാഷ്റൂം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബെഡിൻ്റെ ഹൈറ്റ് എപ്പോഴും കുറച്ചിടുന്നതിന് നമുക്കറിയാം ഫോൾ പ്രിവെൻഷൻ. അതുപോലെ തന്നെ ഫോൾ പ്രിവെൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ജെറിയാട്രിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഭയങ്കരമായിട്ടും ഫോൾ പ്രിവെൻഷൻ നമ്മൾ ഇതെടുക്കും. പിന്നെ വാല്യുബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് വെക്കാൻ പറയുക. നോർമലി അത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. ചില വാല്യുബിൾസ് ഉണ്ട്, അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സർജറിക്ക് അഡ്മിറ്റ് ആയ പേഷ്യൻസ് നോർമലി നമ്മൾ അതും കട്ട് ചെയ്ത് വിടാറാണ് പതിവ്. പിന്നെ ചില ഓർണമെൻറ്റ്സ് റിമൂവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുക, എവിടെയെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ഇത്. ലാസ്റ്റ് ടെർമിനേഷൻ ഫേസ് ഉണ്ട്. ടെർമിനേഷൻ ഫേസിൽ നമ്മൾ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫോളോ അപ്പ് കൊടുക്കുക. എക്സസൈസ്, ഡയറ്റ്, ഡ്രഗ്സ്, അങ്ങനെ അതിനെക്കുറിച്ച് അതിൻ്റെ ഭാരമേ നമ്മൾ ഡിസ്ചാർജ് നമ്പർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ടെർമിനേഷൻ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല വെക്കേണ്ടത് പേഷ്യൻറ്റുമായിട്ട്, ഇൻ്റർപ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഇൻ്റർപ്രൊഫഷണൽ റിലേഷൻഷിപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇൻ്റർപേഴ്സണൽ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ തിങ്സ് നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റിനോ അല്ലെ റിലേറ്റീവ്സിനോ നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, നമ്മുടെ ഫേസ്ബുക്ക് ID ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മൾ കൊടുക്കേണ്ട കെയർ അവർക്ക് വേണ്ടി ചെയ്യുക. അത് നമ്മൾ ഇൻ്റർപ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻട്രൊഡക്ടറി ഫേസിൽ സ്റ്റാർട്ടാകുന്ന റിലേഷൻഷിപ്പ് ടെർമിനേഷൻ ഫേസ് ആകുമ്പം അത് ബന്ധായിരിക്കണം, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആയിരിക്കണം. അത്രയും മാത്രമാണ് ഒരു നേഴ്സ് ടു പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നേഴ്സ് ടു പേഷ്യൻ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നേഴ്സ് ടു നേഴ്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നേഴ്സ് ടു നേഴ്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുന്ന കാര്യം, നമ്മൾ റോങ് ആയിട്ടൊരു കാര്യം നെക്സ്റ്റ് സ്റ്റാഫിൻ്റെ അടുക്കൽ ഹാൻഡ് ഓവർ കൊടുക്കുകയാണ്. അത് ആ പേഷ്യൻറ്റിനെ തന്നെ കെയർ ചേഞ്ചായി മാറും.
അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് നെക്സ്റ്റ് സ്റ്റാഫിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അത് നമ്മൾ നഴ്സസ് നോട്ടിനകത്തിൽ മെൻഷൻ ചെയ്യുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നഴ്സസ് നോട്ടിനകത്തിൽ മെൻഷൻ ചെയ്ത് പോവുക. ഹാൻഡ് ഓവർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നഴ്സസ് നോട്ടിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പേഷ്യൻ്റ് കെയറിൻ്റെ കാര്യത്തിൽ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കൊരു നല്ല നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഈ മുംബൈയിൽ വരുവാണെങ്കിൽ കൂടുതലും ഹിന്ദി പഠിക്കാൻ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. മലയാളി അല്ലാത്ത ഒരാൾ കേരളത്തിൽ പോലും ജോലി ചെയ്യാൻ നേരത്തും അവർ കൂടുതലായിട്ടും മലയാളം പഠിക്കാൻ നോക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് പഠിക്കാൻ നമ്മൾ നോക്കും, കന്നഡ, തെലുങ്കു, അങ്ങനെ നമ്മൾ ഏത് സ്റ്റേജിൽ പോയാലും അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ നോക്കും. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, UK, അയർലൻഡ്, കാനഡ, അവിടെയെല്ലാം നമ്മൾ എന്തുകൊണ്ട് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവുന്നു? എന്തുകൊണ്ട് നമ്മളിടയ്ക്ക് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാക്കുന്നു? കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കെയർ, മെഡിക്കൽ കെയറിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചീസാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നഴ്സിംഗ് കെയറിനകത്തിൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് മനസ്സിലാകും, പണ്ടൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പല കമൻസും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. ഹാൻഡ് ഓവർ ടേക്കൺ, വൈറ്റൽസ് ചെക്ക്ഡ്, മെഡിക്കേഷൻ ഗിവൺ, ഹാൻഡ് ഓവർ ഗിവൺ, ഇത്രയും മാത്രമൊക്കെ ഞങ്ങൾ എഴുതിയിടാറുള്ളൂ നഴ്സസ് നോട്ടിനകത്ത് നിന്ന്. നമ്മൾ ചെയ്യുന്ന ഓരോ കെയറും, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നഴ്സസ് നോട്ടിനകത്തിൽ മെൻഷൻ ചെയ്തിരിക്കണം. കാരണം എന്ന് പറയുന്നത് നമ്മൾ നഴ്സസ് നോട്ടിൽ മാത്രമല്ല എല്ലാം ഡോക്യുമെൻ്റ് ആയിരിക്കണം. മെഡിക്കേഷൻ കൊടുത്താൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഡോക്യുമെൻ്റ്, നമ്മൾ എവിടെയാണോ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഡോക്യുമെൻറ്റേഷൻ കാണിക്കേണ്ടത് അവിടെ തന്നെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ബിക്കോസ് ആഫ്റ്റർ കുറേ വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, എന്തെങ്കിലും പ്രോബ്ലംസ്, നിങ്ങൾക്ക് നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവറി ടൈം പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. നഴ്സസ് നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ, നിങ്ങൾ ജസ്റ്റ് നഴ്സസ് നോട്ട് എന്ന് പറയുന്ന കാര്യം എത്ര വാല്യുബിൾ ആണ്. ചില പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ? അതാണ് ഡോക്യുമെൻറ്റേഷൻ്റെ വാല്യൂ. ആ ഡോക്യുമെൻറ്റേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് പല പ്രോബ്ലംസിലും നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമുക്കത് മനസ്സിലാകും ആ ഡോക്യുമെൻറ്റേഷൻ്റെ വാല്യൂ എത്രയാണെന്ന്. ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾ അൺനെസസറി ആണെന്ന് കാണുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്തു, ആരും ചോദിക്കാൻ വരത്തില്ല. നിങ്ങൾ എന്തിനു ഡോക്യുമെൻ്റ് ചെയ്തു എന്ന് ആരും ചോദിക്കാൻ വരത്തില്ല. ബട്ട് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ എവിടെ എവിഡൻസ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എവിടെ എന്ന് ചോദിക്കാൻ ഒരുപാട് പേര് കാണും നമ്മളുടെ ചുറ്റിനും. അതാണ് രണ്ടാമത്തെ കാര്യം, ഡോക്യുമെൻറ്റേഷൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, പലരും കൂടുതൽ ടൈമിലും ചെയ്തൊരു കാര്യമായിരിക്കും ക്രിട്ടിക്കൽ തിങ്ക്. നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൽ നമ്മൾ എപ്പോഴും സെക്കൻഡ് ടൈം ഒന്ന് തിങ്ക് ചെയ്യണം. അതായത് പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് വന്ന് കിടക്കുന്ന സമയത്ത് CPR അടിക്കാൻ വേണ്ടി സെക്കൻഡ് ടൈം തിങ്ക് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കിന് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് നമ്മൾ കൂടുതൽ ചെയ്യേണ്ട ഹിസ്റ്ററി കളക്ഷൻ, നമ്മൾ ആ ഒരു ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അതിൽ പറഞ്ഞ ഹിസ്റ്ററി കളക്ഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് പേഷ്യൻ്റെ ഹിസ്റ്ററിയൊക്കെ കിട്ടും. ഇപ്പോൾ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുത്തു, നമ്മളോട് പറയാം പേഷ്യൻ്റ് എനിക്ക് 2 months മുമ്പ് 3 months മുമ്പ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ പേഷ്യൻ്റ് എന്തോ ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് ഒരു MRI, ഡോക്ടർ ഓർത്തില്ല, ഡോക്ടറിന് ഒരുപാട് വേറെ പേഷ്യൻസ് ഉള്ളതാണ്. അപ്പോൾ ഡോക്ടർ എടുക്കാതെ ഡോക്ടർ MRI സജസ്റ്റ് ചെയ്തു. നമ്മളത് പെട്ടെന്ന് തന്നെ ചെന്നാൽ ഡോക്ടർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ പോയി MRIക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണോ? വേണ്ട. പേസ് മേക്കർ ഉള്ള പേഷ്യൻറ്റിന് എപ്പോഴും നമ്മൾ MRI സജസ്റ്റ് ചെയ്യില്ല. നമുക്കറിയാം ഇംപ്ലാന്റഡ് ആയിട്ടുള്ള മെറ്റൽ ഒബ്ജക്റ്റ് ഒരിക്കലും MRI നമ്മൾ യൂസ് ചെയ്യില്ല. പേസ് മേക്കർ ഉള്ള പേഷ്യൻറ്റിന് ഒരിക്കലും MRI നമ്മൾ എടുക്കില്ല. അങ്ങനത്തെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ബ്ലഡ് തിന്നർ ചാലുവാണ് പേഷ്യൻ്റ് സർജറി പ്ലാൻ ചെയ്തു. പേഷ്യൻ്റ് ഓൾറെഡി ഇന്ന് രാവിലെയും ബ്ലഡ് തിന്നർ എടുത്തു, നാളെ സർജറി പ്ലാൻ ചെയ്യുന്നു. അത് നമ്മൾ ഉടനെ തന്നെ ആരാണോ സർജറി ചെയ്യുന്നത് അവരുടെ റെസിഡൻറ്റിനോട് അല്ലെ കൺസൾട്ടൻറ്റിനോട് അപ്പം തന്നെ നമ്മളത് എസ്കലേറ്റ് ചെയ്തിരിക്കണം. പേഷ്യൻ്റ് ഇന്ന് രാവിലെയും ബ്ലഡ് തിന്നേഴ്സ് എടുത്തു. ഡ്യുവൽ പ്ലേറ്റ്ലെറ്റ്സിലുള്ള പേഷ്യൻസും കാണും, അതും നമുക്ക് പറയാം. പേഷ്യൻ്റ് ക്ലെക്സൈൻ എടുത്തതാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹെപ്പാരിൻ എടുത്തതാണ്, അല്ലെ വാർഫാരിൻ എടുത്തതാണ്. അതൊക്കെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അതുപോലെ തന്നെ വാർഫാരിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് 1 hour നമുക്ക് ഫാസ്റ്റിംഗ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈവനിങ് ടൈമിലാണ് കൂടുതലും വാർഫാരിൻ നമ്മൾ എടുക്കുന്നത്. മോർണിംഗ് ടൈമിൽ അങ്ങനെ വാർഫാരിൻ നമ്മൾ എടുക്കാറില്ല. അങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ തിങ്കിങ് നഴ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചീസാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. എവറി നേഴ്സ് എവറി ചീസിന് എവറി കാര്യങ്ങൾക്ക് എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്
വേണം. നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ട ടെക്നിക്കാണ് IV കാനുലേഷൻ. നമ്മൾക്ക് ഒത്തിരി സ്കിൽസ് നമ്മൾക്ക് നഴ്സിങ്ങിന് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ IV കാനുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറിയാണ്, അതുപോലെ തന്നെ സെക്കൻഡറി, ടെറിഷറി, നമ്മൾ ലൈഫ് ലോങ് നഴ്സിങ്ങിന് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് IV കാനുലേഷൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരിക്കലും പറയില്ല പേഷ്യൻറ്റിനെ വെച്ച് ട്രയൽ ആൻഡ് എറർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്, ഫ്രഷേഴ്സിനോട് നമ്മൾ പറയുകയാണ്, ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് IV ഇടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളോട്. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ചിലപ്പോൾ ഫിഫ്ത്ത് ടൈം ആയിരിക്കും നിങ്ങൾ പെർഫെക്റ്റ് ഒരു IV കാനുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് IV കാനുല ഇടാൻ അറിയത്തില്ല, ബ്ലഡ് വിഡ്രോ ചെയ്യാൻ കൂടെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തെടുത്ത് എനിക്ക് IV ഇടാൻ ഞാൻ സീനിയേഴ്സിൻ്റെ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, എനിക്ക് IV ഇട്ട് തരുമോ, IV ഇട്ട് തരുമോ. അങ്ങനെ ഞാൻ ഇങ്ങനെ IV കാനുലേഷൻ പഠിച്ചെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചോദിച്ച് എനിക്ക് തന്നെ ഒരു ഇത് റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ IV ഇട്ടതാ ചേച്ചി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്വന്തമായിട്ട് കുത്തിയാണ് പഠിച്ചത്. സ്വന്തമായിട്ട് വെച്ചാൽ എൻ്റെ ബോഡിയിലല്ല കുത്തിയത്, എനിക്ക് പേടിയാണ്. അത്യാവശ്യം നീഡിൽ ഫോബിയ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ, അത്യാവശ്യം നല്ല നീഡിൽ ഫോബിക്കായിട്ട് ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ കുത്തി പഠിച്ചില്ല. പക്ഷെ ഞാൻ ഒരു പേഷ്യൻറ്റിനെ ഒരു തവണ കുത്താൻ ഞാൻ ശ്രമിക്കാറുള്ളൂ, മാക്സിമം ഞാൻ ഒരു തവണ. ഇപ്പോഴും ഒരു 90% അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള വെയിൻസ് ഞാൻ ഇടുന്ന ഒരാളാണ്. ഞാൻ ഒരു തവണ പ്രിക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ഞാൻ പേഷ്യൻ്റ് ഇടല്, ഒന്നിൽ കൂടുതൽ തവണ ഞാൻ പ്രിക്ക് ചെയ്യാൻ നിൽക്കാറില്ല. ചില കേസുകളിൽ പേഷ്യൻറ്റിന് പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടെ പ്രിക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും പേഷ്യൻറ്റിന് പെർമിഷൻ, അല്ല പേഷ്യൻറ്റ് വയ്യാണ്ട് അടക്കം സംസാരിക്കാൻ പറ്റുന്നില്ല, ട്രക്കിയോസ്റ്റമി അങ്ങനെയുള്ള പേഷ്യൻസാണ്, അവരെ ബാർ ഇങ്ങനെ ഒരുപാട് തവണ കുത്തി ഞാൻ ഒരിക്കലും പരീക്ഷിക്കാൻ നിന്നിട്ടില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല ട്രയൽ ആൻഡ് എറർ ചെയ്ത് ഒരിക്കലും പഠിക്കാൻ പറയുകയില്ല. വൺ പ്രിക്കുക, എന്നിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആരെങ്കിലും വിളിച്ചിടിപ്പിക്കുക. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേഷ്യൻറ്റിനെ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാത്ത വെയിനിൽ കുത്തിയെടുക്കാന്നില്ല. ഫസ്റ്റ് ഇടുമ്പോഴത്തെ നിങ്ങൾ എപ്പോഴും എന്താ നോക്കേണ്ടതെന്നറിയോ, ഒരു സീനിയേഴ്സിനെ നന്നായിട്ട് IV കാനുല ഇടാവുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പോവുക. അതുപോലെ തന്നെ നല്ല പ്രൊമിനൻ്റ് ആയിട്ടുള്ള നന്നായിട്ട് കാണുന്ന ഒരു വെയിനിൽ ഫസ്റ്റ് കുത്തിയിടുക. അല്ലാതെ കാണാത്ത വെയിൻ, ഈ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിനൊക്കെ കൂടുതൽ നമ്മുടെ വെയിൻസ് പ്രൊമിനൻ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് തെറാപ്പി എടുക്കുന്ന പേഷ്യൻസ്, അതായത് ഹൈ കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, വെസിക്കൻസ് ഡ്രഗ്സ് എന്നൊക്കെ പറയും, വെസിക്കൻ്റ് നോൺ വെസിക്കൻസ് ഡ്രഗ്സ് എന്നൊക്കെ പറയും. ആ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന് ജസ്റ്റ് ഇൻഫിൽട്രേഷനും അങ്ങനെയുള്ള കുറേ ഡിസീസ് കണ്ടീഷൻ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും വെയിൻസിന്. അങ്ങനെയുള്ള പേഷ്യൻസ് ചില ഹാർഡായിരിക്കും, നോട്ട്സ് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള വെയിൻസിൽ നമുക്ക് നല്ല പ്രയാസം, നോർമൽ എല്ലാ പേഴ്സൺസിനും കിട്ടാൻ IV എക്സ്പേർട്സ്, IV കാനുലേഷൻ നേഴ്സസ് ഒക്കെ ഉണ്ട്, ഇൻഫ്യൂഷൻ നേഴ്സസ് ഒക്കെ ഉണ്ട്. അവർക്ക് പോലും ഡിഫിക്കൽട്ടായിട്ടുള്ള വെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ IV കാനുല ഒരിക്കലും ഇടില്ല അങ്ങനെയല്ല. ജസ്റ്റ് നിങ്ങൾ ആദ്യത്തെ വെയിൻ പ്രൊമിനൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഇവിടെയൊക്കെയുള്ള വെയിൻസ് ഇവിടെ നല്ല പ്രൊമിനൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇത് കണ്ടോ, എൻ്റെ വെയിൻസ് കണ്ടോ, അങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിൻസിൽ നിങ്ങൾ ഇട്ട് പഠിക്കുക. ആ ഇട്ട് പഠിച്ചതിന് ശേഷമേ നിങ്ങൾ അതാരെങ്കിലും നിർത്തിയിട്ട് നിങ്ങൾ ഇട്ട് പഠിക്കുക. അതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്കിടാൻ പോയാൽ മതി, അത്രേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റമൊക്കെ ഉണ്ട്, നമുക്ക് ഒറ്റയ്ക്കിടാൻ പറ്റും. ബ്ലഡ് ഇങ്ങനെ സ്പില്ലാകണമെന്നില്ല, സ്പില്ലാകില്ല. വെയിൻ ഫ്ലോ ഇപ്പോൾ അങ്ങനെ ആരും കൂടുതൽ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാറില്ല. ക്ലോസ്ഡ് നെക്സിവയുടെ ക്ലോസ്ഡ് സിസ്റ്റമാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ ഇത് നെക്സിവയുടെ ക്ലോസ്ഡ് സിസ്റ്റമാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. അതായത് നമുക്ക് അതിനൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് വേറൊരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ IV പ്രിക്കാം. ഇങ്ങനെ പിടിക്കേണ്ട, പേഷ്യൻറ്റിൻ്റെ പെയിൻ എടുക്കില്ല, ബ്ലഡ് സ്പില്ലാവില്ല, ഈസി ആയിട്ട് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാം വെയിൻ IV കാനുലേഷനിൽ കൂടെ. ഇത് നമ്മൾ വെയിൻ ഫ്ലോ ഇടുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ബ്ലഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നന്ന രീതിയിൽ നമ്മുടെ കയ്യിലോട്ട് സ്പില്ലാകാൻ, നിങ്ങൾക്കറിയാം എത്ര ഗ്ലൗസ് ഇട്ടെന്ന് പറഞ്ഞാലും ബ്ലഡ് സ്പില്ലാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, യൂണിഫോമിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതലും ഞാൻ വെയിൻ ഫ്ലോ ഇടുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു അണ്ടർ ഷീറ്റ് എടുത്ത് അടിയിലിട്ട് വെച്ചേക്കും. പല സമയത്ത് തന്നെ ബ്ലഡ് സ്പില്ലാകാറുണ്ട്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ KDHലായിരുന്നു ചെയ്തുകൊണ്ട് അവിടെ ക്ലോസ്ഡ് സിസ്റ്റമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈസി ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. 2 നഴ്സുമാർ, മാൻ പവർ കുറവാണ്. അതായത് 2 നഴ്സുമാർ അറ്റ് എ ടൈമിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം മാൻ പവറും കുറവാണ്. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് IV കാനുലയ്ക്കുണ്ട് ക്ലോസ് സിസ്റ്റത്തിന്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യാൻ നോക്കണം നെക്സിവയുടെ ക്ലോസ് സിസ്റ്റം. നല്ല IV കാനുലേഷനാണ്, നല്ല IV കാനുലയാണ്. അതുപോലെ തന്നെ നീഡിൽ പ്രിക്ക്, നമുക്കറിയാം നീഡിൽ പ്രിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും നഴ്സസിന് ഉണ്ടാകുന്ന IV കാനുല എടുത്തു കഴിഞ്ഞിട്ട്
ഇടും. അത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ പിന്നെ റീഇൻസേർട്ട് ചെയ്യാൻ പലയിടത്തും നോക്കിയിട്ടുണ്ട്. സെയിം പേഷ്യൻറ്റിനെ തന്നെ ഡിഫറെൻറ്റ് പേഷ്യൻ്റ് ഒരിക്കലും യൂസ് ചെയ്യില്ല, സെയിം പേഷ്യൻറ്റിനെ തന്നെ. പക്ഷേ അത് നമുക്ക് പേഷ്യൻസിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല, പകരം നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് നീഡിൽ പ്രിക്ക് ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മളുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണം. അതുപോലെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമുക്കിവിടെ ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട് നമുക്ക് വെയിൻസ് കിട്ടാതിരിക്കാം, അതുപോലെ തന്നെ ഫ്ലെബൈറ്റിസ് സംഭവിക്കാം. അതിലൊന്നും മാനിപ്പുലേഷനാണ്. ഈ നമ്മൾ IV ഇടുന്ന സമയത്തൊക്കെ ഇവിടെ നമ്മൾ മാനിപ്പുലേറ്റ്, അതൊക്കെ കുറവാണ് ഈ ക്ലോസ് സിസ്റ്റത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നഴ്സിങ്ങിനൊരു ഗുഡ് നേഴ്സ് ആകാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം IV കാനുലേഷൻ ടെക്നിക്ക് തന്നെയാണ്. പിന്നെ കുറേയുണ്ട്, ട്രക്കിയോസ്റ്റമി ഉണ്ട്, കൊളോസ്റ്റമി ഉണ്ട്, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓൾസോ ഞാൻ നിങ്ങളോട് പറയും എപ്പോഴും. ഹാൻഡ് ഹൈജീൻ, അടുത്ത ഒരു ടോപ്പിക്ക് പറയാനാണെങ്കിൽ അത് ഹാൻഡ് ഹൈജീനെ കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. എവറി ടൈമിൽ നിങ്ങൾ ഹാൻഡ് റബ് ചെയ്യുക. എത്രമാത്രം നിങ്ങൾ ഹാൻഡ് റബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും മാത്രം നിങ്ങൾ ഹാൻഡ് റബ് ചെയ്യുക. നമ്മൾ പറയും 5 മൊമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിഫോർ ദ പേഷ്യൻ്റ്, ആഫ്റ്റർ ടച്ചിങ് ദ സറൗണ്ടിങ്സ്, നമ്മൾ അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയും, ഹോസ്പിറ്റലിലാണോ ഹാൻഡ് വാഷ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയും അത് വിസിബിളി സോയിലായിരിക്കുന്ന കൈ മാത്രം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്താൽ മതി, അല്ല അതായത് വിസിബിളി സോയിലായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എവറി ടൈം നിങ്ങൾ ഹാൻഡ് റബ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഹാൻഡ് റബ് എത്ര മാത്രം ചെയ്യുക അത്രയും മാത്രം നിങ്ങൾ ഹാൻഡ് റബ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. പല ഡിസീസ് കണ്ടീഷൻസ് നമ്മൾക്ക് ഹാൻഡ് വാഷിങ്ങിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഗുഡ് നേഴ്സ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള നേഴ്സ്, അതായത് ഒരു 5 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിന് ഇത് വേണമെന്നല്ല ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നത്. ആസ് എ ഫ്രഷർ നിങ്ങളൊരു 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടിരുന്നു, നിങ്ങൾക്കും ആകാം ഒരു ഗുഡ് നേഴ്സ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു നഴ്സിംഗ് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് നിങ്ങളെ കാണാൻ ഞാൻ പിന്നെയും വരും. താങ്ക് യു. സ്റ്റേ ട്യൂൺസ്.